നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച് മുന്നേറ്റം തുടരുകയാണ് ബി.ജെ.പി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 147 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 72 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് നിലവിൽ ബി.ജെ.പി. ആണ്. ബി.ജെ.ഡി 59 സീറ്റുകളിലും കോൺഗ്രസ് 13 സീറ്റുകളിലും CPM 1 സീറ്റിലും സ്വതന്ത്രർ 2 സീറ്റിലും ഇവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 74 സീറ്റുകളാണ്. എന്തായാലും ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കൂടി മതി എങ്കിൽ പോലും കോൺഗ്രസിന്റെ 13 സീറ്റുകളും CPM-ന്റെ 1 സീറ്റും സ്വതന്ത്രരുടെ 2 സീറ്റുകളും കൂടി ചേർത്താൽ ബി.ജെ.ഡിക്ക് 75 സീറ്റുകളാവും അവർക്ക് സംസ്ഥാനം ഭരിക്കാൻ സാധിക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള INDA സഖ്യത്തിന്റെ ഭാഗമാവുകയാണ് എങ്കിൽ ബി.ജെ.ഡിക്ക് ഒരുപക്ഷെ കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒഡീഷയിൽ നിലനിൽക്കുന്നുണ്ട്. CPM-ന്റെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെ നവീൻ പട്നായിക് ഇത്തവണയും ഭരണം നിലനിർത്തുമോ എന്നത് തന്നെയാണ് ഒഡീഷയിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2000 മാർച്ചിൽ ഒഡീഷ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ നവീൻ പട്നായിക് തുടർച്ചയായി 24 വർഷമാണ് സംസ്ഥാനം ഭരിച്ചത്. സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പദവി സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന രണ്ടാമത്തെ നേതാവ് കൂടിയാണ് നവീൻ പട്നായിക്. ഡോൺ സ്കൂളിൽ സഞ്ജയ് ഗാന്ധിയുടെ സഹപാഠിയായിരുന്ന നവീൻ പട്നായിക് 1997 പിതാവ് ബിജു പട്നായിക്കിന്റെ നിര്യാണത്തെ തുടർന്നുകൊണ്ടാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രി നവീൻ പട്നായിക് മത്സരിച്ചതാവട്ടെ 2 മണ്ഡലങ്ങളിൽ നിന്നാണ്. കാന്തബഞ്ചി, ഹിഞ്ചി എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം ജനവിധി തേടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നവീൻ പട്നായിക്കിന്റെ അനാരോഗ്യം കാരണം സംസ്ഥാനം ഭരിക്കുന്നത് VK പാണ്ഡ്യനാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ തന്നെയാണ് ബി.ജെ.ഡിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജു ജനതാദളുമായി സഖ്യത്തിന് ബി.ജെ.പി. തയ്യാറായിരുന്നു എങ്കിൽ പോലും സംസ്ഥാന നേതാക്കളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന ഒരു വലിയ തീരുമാനം ബി.ജെ.പി. അവിടെ എടുക്കുകയായിരുന്നു. നിലവിൽ എന്തായാലും ബി.ജെ.ഡി. സംസ്ഥാന ഭരണം നേടുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ദീർഘകാലമായി കേന്ദ്രത്തിൽ മോദിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന നവീൻ പട്നായിക് ഇനി എങ്ങോട്ട് ചേരി തിരിയും എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി. ഒഡീഷയിൽ പടർന്നു കയറിയപ്പോൾ തകർന്നു തരിപ്പണമായത് പഴയ സുഹൃത്താണ് ബി.ജെ.ഡി. തന്നെയാണ്. സംസ്ഥാനത്ത് ദാദ, കേന്ദ്രത്തിൽ മോദി എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ഇതുവരെയും ഒഡീഷ മുന്നോട്ട് വെച്ചിരുന്നത്. ഇനി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ബി.ജെ.പി. നടത്തിയിരിക്കുന്ന ഒരു മുന്നേറ്റം അത് തീർച്ചയായും പ്രശംസാർഹമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.